ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പാൻറ്റുകളാണ്. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാൻറ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ പറയാ, എനിക്ക് കിട്ടിയിട്ടുള്ള പാൻറ്റാണ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ 1 to 2 ഇയർ ആണ് സൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്ക് മോൾക്ക് 2 വയസ്സ് കഴിഞ്ഞു ഇപ്പോ. പക്ഷേ എങ്കിലും അവള് തടി കുറവായതുകൊണ്ട് അവൾക്ക് 1 to 2 ഇയർ അവൾക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആണ്. അപ്പൊ ഇതാണ് വന്ന പാൻറ്. ഇതൊരു 12 പീസിന്റെ ഒറ്റ സെറ്റ് ആണ്. 280 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പാൻറിന്റെ സെറ്റ് മീഷോന്ന് വാങ്ങിച്ചത്. 280 രൂപയ്ക്ക് 12 പീസ്. അപ്പൊ ഏകദേശം 23 രൂപയാണ് ഒരു പീസിന് വരുന്നത്. അപ്പൊ അത് നമുക്ക് നല്ല ലാഭമാണ്. കാരണം വെച്ചാൽ 23 രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാൻസ് നമുക്ക് നോർമൽ ഷോപ്പിലൊന്നും കിട്ടില്ല. അപ്പൊ ഏകദേശം ഒരു 50 രൂപയെങ്കിലും പെർ പീസ് വരും ഒരു നല്ല പാന്റിന്. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി നമ്മൾ ബ്രാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 100 രൂപയോളം ഒരു പാന്റിന് വില വരും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി ഈസ് സോ ഗുഡ്. മെറ്റീരിയൽ ബനിയൻ മെറ്റീരിയൽ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫിറ്റിംഗ് ഈസ് പെർഫെക്റ്റ്. എന്റെ മോൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. പക്ഷേ കളർ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിന്റെ ഇമേജ്, അതിൽ ഉള്ള ആ 12 അവർ കാണിച്ച ഒരെണ്ണം പോലും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നത് ഫുൾ ഇങ്ങനത്തെ ലൈൻസ് ഡിസൈൻസ് ആണ് എനിക്ക് മൊത്തം കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കളർ കോമ്പിനേഷൻസ് ഒന്നുമില്ല, എല്ലാം എനിക്ക് ലൈൻസ് ആണ് വന്നത്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ എങ്കിൽ ഇതിന്റെ ക്വാളിറ്റി സൂപ്പർ ആയതുകൊണ്ടും എൻ്റെ മോൾക്ക് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയതുകൊണ്ടും എനിക്കിപ്പോൾ പാൻറ് അത്യാവശ്യമുള്ളത് കൊണ്ടും ഞാനിത് റിട്ടേൺ അയക്കുന്നില്ല. ഞാനിത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സെറ്റും കൂടി ഓർഡർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും വേറെ മോഡലാണോ വരിക എന്ന് ഞാൻ നോക്കാം. അപ്പൊ അതിന് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഈ പാൻറ് ഒന്ന് കണ്ടു നോക്കാം. ഇത് അതിലെ ഫസ്റ്റ് പാൻറ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എലാസ്റ്റിക് ആണ് അവർ കൊടുത്തിട്ടുള്ളത്, കാണുന്നുണ്ടല്ലോ. ബനിയൻ മെറ്റീരിയൽ ആണ്. ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ബനിയൻ മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് അതിന്റെ വയറിന്റെ ഒരു ഭാഗം വരുന്നത്. ലെങ്ത് നമ്മൾ 1 to 2 ഇയർ ആയതുകൊണ്ട് ഈ ഒരു ലെങ്ത് ആണ് വരുന്നത്. എന്റെ മോൾക്ക് ഇത് പെർഫെക്റ്റ് ലെങ്ത് ആണ്. പിന്നെ ഇത് പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. 6 മാസം മുതൽ എനിക്ക് തോന്നുന്നു 6 വയസ്സ് വരെ അങ്ങാണ്ട് ഉള്ള കുട്ടികൾക്കുള്ള സൈസ് അവൈലബിൾ ആണ്. അപ്പം ഓരോ സൈസിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരും. അതായത് ഇപ്പൊ 6 മാസത്തിന് എനിക്ക് തോന്നുന്നു 200 രൂപയാന്ന് തോന്നുന്നു പ്രൈസ് വരുന്നത്. 4 വയസ്സിന്റെ ഒക്കെ ആകുമ്പോഴേക്കും 500 രൂപയോളൊക്കെ ആവും. അപ്പൊ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ലിങ്കും ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ കാലിന്റെ ഇവിടെ ഇങ്ങനെ ഒരു പഫ് പോലെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് എടുക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബനിയൻ മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മെറ്റീരിയലിന്റെ കട്ടി എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. നമ്മൾ ഉള്ളിലൊന്നും ഇടുന്നുണ്ട്. ഇപ്പൊ സ്നഗ്ഗി, എന്റെ മോൾ സ്നഗ്ഗി ഇടുന്നുണ്ട്. അപ്പൊ സ്നഗ്ഗി ഒക്കെ ഇട്ടാലും ആ സ്നഗ്ഗിയുടെ പാടോ വരയോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പൊ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ്. ഡിസൈൻസ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഞാൻ ഓർഡർ ചെയ്ത ഡിസൈൻ അല്ല എനിക്ക് വന്നത്. പക്ഷേങ്കിലും കളേഴ്സ് എല്ലാം ലൈറ്റ് ഷെയ്ഡ് ആണ് എനിക്ക് വന്നത്. അതാണ് എൻ്റെ ഒരു സങ്കടം. അപ്പോൾ പിന്നെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മോൾക്ക് ഫിറ്റ് ആയതുകൊണ്ട് അവൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് റിട്ടേൺ ചെയ്യേണ്ടതാണ്. ഇതാണ് സെക്കൻഡ് പീസ്. സെയിം തന്നെയാണ് കേട്ടോ. ഇതിന്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ ഇപ്പം കാണുന്നുണ്ടല്ലോ, സ്റ്റിച്ച് കുറച്ചൊക്കെ പുറത്താണ്. പിന്നെ നമ്മൾ ബനിയനാണല്ലോ ഇട്ട് കൊടുക്കുക. അപ്പൊ പിന്നെ ഇത് കവറായി പോയിക്കോളും. എന്നാലും സ്കൂളിലേക്ക് ഇപ്പൊ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് കുറച്ച് ബോറായിരിക്കും. പക്ഷെ ഇതിന്റെ ഞാൻ ആദ്യം കാണിച്ചതിന്റെ നല്ല സ്റ്റിച്ചിങ് ആണ്. അതിന്റെ ഒന്നും അങ്ങനെ വൃത്തികേടായിട്ടില്ല. ഇത് മെറ്റീരിയലും കുറച്ച് മാറ്റമുണ്ട്. ഇത് കുറച്ച് നിഴലടിക്കുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്, കാണുന്നുണ്ടോ? പക്ഷെ എന്നാലും സ്നഗ്ഗിട്ടാലൊന്നും കാണില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വൈറ്റ് ആണല്ലോ കളറ്. ഇതാണ് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത്. ഇതിനും ഇങ്ങനത്തെ പഫ് പോലത്തെ ഇതാണ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് സെക്കൻഡ് പീസ്. ഇനി തേർഡ് പീസ്. എനിക്ക് വന്നതെല്ലാം ലൈൻസ് ആണ്. ഇതാണ് അടുത്ത പീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു റെഡ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ് ആണ്. പിന്നെ താഴെ ഇങ്ങനെ പഫ് പോലെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് കളർ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. ഇതാണ് അടുത്ത പീസ്. ഇനി ഉള്ള പീസ് ഇതാണ് അടുത്ത പീസ്. ഇത് വന്നിട്ട് ഒരു ബ്രൗൺ വൈറ്റ് ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത്. പഫ് സ്ലീവ്സ് ആണ്. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വലിയ കുഴപ്പമില്ല. ഓക്കെ, മെറ്റീരിയൽ നല്ല സ്മൂത്ത്, നല്ല എല്ലാം ബനിയൻ മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിരിക്കും. സ്ട്രെച്ചി മെറ്റീരിയൽ ആണല്ലോ. പിന്നെ അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ്. ബ്ലൂ വിത്ത് വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. സെയിം തന്നെ.
പിന്നെ ഇതിന് പഫ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ സ്റ്റിച്ച് കുറച്ച് പോക്കാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇങ്ങനെ കുറെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് ഉള്ളത്. അങ്ങനെ പിന്നെ ഓക്കെ ആണ്. നമ്മള് 23 രൂപയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ അത്ര ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അടുത്തത്. എല്ലാം ഒരേപോലത്തെ മോഡലാണ്. അതാണ് എനിക്ക് ദേഷ്യം വന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഇതിന്റെ പഫ് സ്ലീവ്. ഇതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. ലെങ്ത് ഒക്കെ നല്ല പെർഫെക്റ്റ് ലെങ്ത് ആണ് കേട്ടോ. 2 വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ലെങ്തിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് അടുത്ത പീസ്. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ക്രീം ഷെയ്ഡാണ് വരുന്നത്. പഫ് സ്ലീവ്സ് ആണ്. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങും ഓക്കെ എന്ന് പറയാം. പക്ഷെ നല്ല എലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേദനയൊന്നും എടുക്കാതെ ഇങ്ങനെ മാർക്കൊന്നും വരാത്ത നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിറ്റ് സൈസും കറക്റ്റ് പെർഫെക്റ്റ് സൈസ് ആണ്. ഇതാണ് അടുത്ത പീസ് വരുന്നത്. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. മെറ്റീരിയൽ കുറച്ച് മാറ്റമുണ്ട്. ബനിയൻ തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഒരു ഡിസൈൻ കാണുന്നുണ്ട്, ഒരു ലൈൻ ഡിസൈൻ കാണുന്നുണ്ടല്ലോ. പിന്നെ ഇതിന്റെ ഇങ്ങനെ പഫ് പോലെ കൊടുത്തിട്ടുണ്ട് ലെഗിന്റെ അവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് അടുത്ത പീസ് വരുന്നത്. നൈസ് അല്ലേ? പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ്. ബ്ലാക്ക് വിത്ത് ഒരു ആഷ് ഷെയ്ഡ് ആണ് വരുന്നത്. നല്ല സ്മൂത്ത് ആണ്. പഫ് സ്ലീവ്സ് വരുന്നുണ്ട്. ഫിറ്റഡ് സൈസ് ആണ്. ലെങ്ത്തും ഇതെല്ലാം എല്ലാത്തിന്റെയും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഇനി വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ്. ബ്ലൂ വിത്ത് വൈറ്റ് ആണ് വരുന്നത്. എനിക്ക് കിട്ടിയതിരിക്കുന്ന എല്ലാം വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് ആണ്. നിങ്ങളിപ്പോ ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ, മൊത്തം ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് ഷെയ്ഡ് എന്ന് വെച്ചാൽ കുട്ടികൾ വേഗം ചീത്തയാക്കുന്ന കളേഴ്സ് ആയതുകൊണ്ട്, ഇങ്ങനത്തെ കളർ ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് വേഗം പിള്ളേര് നാശാക്കും. അതാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഓർഡർ ചെയ്തത് എനിക്ക് കിട്ടിയത് തമ്മിലുള്ള ഡിഫറൻസ്. ഞാൻ ഓർഡർ ചെയ്തത് എല്ലാം നല്ല പൂവും കായും മിക്കി മൗസും അങ്ങനെയൊക്കെയുള്ള ഓരോ ഡിസൈനൊക്കെ ആയിരുന്നു. പക്ഷെ ഒരെണ്ണം പോലും എനിക്ക് അങ്ങനത്തെ വന്നിട്ടില്ല എന്നുള്ളതാണ് കോമഡി. പിന്നെ ഉള്ളതിൽ കുറച്ച് ഭേദം എന്ന് പറയാൻ വന്നൊരു ഇതാണ് മൾട്ടി കളർ. പക്ഷെ ഇതിന്റെ പ്രിന്റ് എല്ലാം ഇവിടെ പോയിട്ടുള്ളത് കാണുന്നുണ്ടോ? ഇതിന്റെ ഒരു കാലിന് ഫുള്ള് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ഉണ്ട്. പക്ഷെ ഇപ്പുറത്തെ കാലിന് കളറെല്ലാം പോയിട്ടുള്ള ഉണ്ടോ, മാഞ്ഞു പോയിട്ടുള്ള പോലെ ഉള്ളത്. പക്ഷെ മെറ്റീരിയൽ ക്ലോത്ത് നല്ല ക്ലോത്ത് ആണ്. മെറ്റീരിയൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും സ്ട്രെച്ചി മെറ്റീരിയലും ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ കളർ, ഇതിനിപ്പം അലക്കുന്ന സമയത്ത് ഈ കളർ മൊത്തത്തിൽ പോകുന്ന എനിക്കൊരു സംശയമുണ്ട്. ഇതിങ്ങനെ ഷെയ്ഡായിട്ട് നിൽക്കുന്ന കാരണം. ഇതിന്റെ ഒരു കാല് ഒരു ഡിസൈനും ഈ കാല് വേറെ ഡിസൈനും പോലെ ഉണ്ട്. ഈ ഒരു നടുക്കത്തെ മഞ്ഞ കളർ മാഞ്ഞു പോയ കാരണം. പിന്നെ ഒരു പീസും കൂടി ഉണ്ട്. അത് റെഡ് ആണ്. ഈ ഒരു റെഡ് വിത്ത് ബ്ലാക്ക് ലൈൻസ് ആണ്. അതിപ്പം മോളിട്ടിട്ട് അതിപ്പം ഇത് വന്ന വശം തന്നെ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ട് അവൾ അത് ഇടണം എന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് അത് ഇട്ടിട്ട് അതിപ്പോ അലക്കാൻ പോയിട്ടുള്ളത്. അപ്പോ ആ ഒരെണ്ണം മാത്രം ഇല്ല. അങ്ങനെ ഇതിപ്പോ ഞാൻ 11 പീസാണ് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് 12 പീസാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പീസും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് വന്നത്. ഞാൻ ഓർഡർ ചെയ്തതും ഡിസൈനും പാറ്റേണും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അതിൽ ഒരെണ്ണം പോലും ലൈൻ പാറ്റേൺ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കിട്ടിയത് കംപ്ലീറ്റ്ലി ലൈൻ പാറ്റേൺ ആണ്. പക്ഷേ ഐ എം ഹാപ്പി എന്ന് വെച്ചാല് 21 രൂപയ്ക്ക് ഇതൊരു ബെസ്റ്റ് ഓഫർ ആണ്. നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ പിള്ളേർക്ക് നല്ലപോലെ ഫിറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും. ലെങ്ത് നല്ല ഫുൾ ലെങ്ത് ആണ്. കാലിന്റെ താഴെ വരെ നിൽക്കുന്ന ഫുൾ ലെങ്ത് ആണ് വരുന്നത്. പിന്നെ പല സൈസിൽ അവൈലബിൾ ആണ്. 6 മാസം മുതൽ 6 വയസ്സ് വരെ എങ്ങാണ്ട് സൈസസ് അവൈലബിൾ ആണ്. പിന്നെ നല്ല കളറൊന്നും പോവാത്ത, അലക്കിയാലും കളർ പോവാത്ത ബനിയൻ മെറ്റീരിയൽ ആണ്. എലാസ്റ്റിക്കും കംഫർട്ടബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ചു നോക്കാവുന്ന ഒരു അടിപൊളി വെർത്തി പ്രൊഡക്റ്റ് ആണ്. ചെറിയ വയസ്സിന് ലോ ബഡ്ജറ്റിന് നിങ്ങൾക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് പുറത്തേക്കൊന്നും പോകുമ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും ഇതിലിപ്പോ പുറത്തേക്ക് പോകാനായിട്ട് എന്താ പറയാ, സ്റ്റിച്ച് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളത് വളരെ കുറവാണ്. ഇപ്പം ഇത് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു കുറച്ചും കൂടി ഇപ്പൊ ഈ ഇത്രയും മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഉള്ളതിൽ ഏറ്റവും കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് ഇതിന്റെ സ്റ്റിച്ച് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. ഇത് നമുക്ക് വെളിയിലേക്ക് പോകുമ്പോഴും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസാണ്. പിന്നെ അതുപോലെ ഇതിന്റെ ഇവിടുത്തെ സ്റ്റിച്ചിങ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ആണ്. ഇത് നമുക്ക് വെളിയിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പീസാണ് ഈ 2 പീസ്. പിന്നെ ഇതിന്റെ സ്റ്റിച്ച് കാണുന്നുണ്ടല്ലോ, ഇതിന്റെ സ്റ്റിച്ച് അത്ര പോരാ. വെളിയിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ ഇച്ചിരി പാടാണ്. അതുപോലെ ഇതും സ്റ്റിച്ച് പോരാ.
ഇത് ഓക്കെ ആണ്. ഇത് നിങ്ങൾക്ക് വെളിയിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പീസാണ്. ഇതിന്റെ സ്റ്റിച്ചും അത്ര പോരാ. അങ്ങനെ ചിലതിന്റെ ഒക്കെ സ്റ്റിച്ച് പോരാ. ഇത് നല്ല നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഇത് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. അങ്ങനെ ഒരു നമ്മളൊരു 12 എണ്ണം മേടിക്കണമെങ്കിൽ ഒരു 6 എണ്ണം നമുക്ക് പുറത്തേക്കൊക്കെ, അല്ലെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ ഒരു പുറത്തേക്ക് പോകുമ്പോൾ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ഒക്കെയാണ്. ബാക്കി 6 എണ്ണം നമുക്ക് വീട്ടിലിടാന്നേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ലിങ്കും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.